ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മത്തങ്ങ കൊണ്ടുള്ള ഒരു ബിസ്ക്കറ്റാണ്. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാം, ഹെൽത്തിയുമാണ് കേട്ടോ. കണ്ടില്ലേ, ഞാനിവിടെ ഒരു മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മത്തങ്ങ നമ്മൾ ഈ കണി കാണാനൊക്കെ മേടിക്കത്തില്ലേ, അതേപോലുള്ള ഒരു മത്തങ്ങയാണ് കേട്ടോ. ഇതിന് നല്ല കട്ടിയുണ്ട്, ഇതിൻ്റെ ആ തണ്ട് ഭാഗത്തിനൊക്കെ നല്ല കട്ടിയാണ്. ഇത്രയും വലിയ കത്തി വെച്ച് മുറിച്ചിട്ടും ഇത്തിരി പാടാണത് കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, നമുക്കിതിനെ ഒന്ന് നാലായിട്ടങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ മത്തങ്ങ തന്നെ വേണമെന്നില്ല, നമുക്ക് വലിയ മത്തങ്ങ ആയാലും കുഴപ്പമില്ല, അതിൻ്റെ ഒരു കഷ്ണം എടുത്താലും മതി. അതിലാകുമ്പോൾ നല്ല മാംസമുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുരുവും തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അപ്പം നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു വെന്ത് വന്നത്, കുക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കതിനെ ഒരു സ്പൂണോ ഫോർക്കോ ഒക്കെ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. നമുക്കതിനെ ഇങ്ങനെ ഉടച്ചെടുക്കാം. കാരണം നമുക്ക് മിക്സിയിലൊന്നും അടിക്കേണ്ട കാര്യമില്ല, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്പൂൺ വെച്ച് ഫോർക്ക് വെച്ച് ഇങ്ങനെ ഉടച്ചിഞ്ഞെടുക്കാം. ഇതിങ്ങനെ ഉടച്ചെടുത്തിട്ട് വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കാരണം മത്തങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും മത്തങ്ങ നല്ലതാണ്. ഇനി നമുക്കൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം നമ്മൾ ഇത് വെച്ച് ഇളക്കി യോജിപ്പിച്ചപ്പോൾ അല്പം ജലാംശം കൂടെ അതിൽ കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 2.5 തവി അരിപ്പൊടി അതിൽ ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. ഈ അരിപ്പൊടി നമ്മൾ നന്നായി ഉരുട്ടിയെടുത്ത ശേഷം, നമ്മൾ ഈ അരിപ്പൊടി ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഉരുട്ടുമ്പോൾ നല്ല ബാളായിട്ട് കിട്ടണം. അപ്പോൾ അഥവാ അരിപ്പൊടിയുടെ ഇത് കുറവുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയുടെ ചേർക്കാം. ഇനി നമുക്കതിനെ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് അതൊരു പാത്രത്തിൽ നമ്മൾ കുറച്ച് എള്ള എടുത്ത് വെച്ചിട്ടുണ്ട്, വെളുത്ത എള്ളാണ് കേട്ടോ. അതിലോട്ടാണ് നമ്മൾ ഈ ഉരുട്ടി വയ്ക്കുന്നത്. ഈ മാവ് മുഴുവനും നമുക്കങ്ങ് ഉരുട്ടി മാറ്റാം. അതിനുശേഷം നമുക്ക് അടുപ്പിലോട്ടൊരു ചപ്പാത്തിയുടെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഈ ബോളുണ്ടല്ലേ, നമ്മൾ ഈ എള്ളിലോട്ട് ഇങ്ങനെ വെച്ചൊന്ന് അമർത്തി പരത്തിയിട്ട് അത് നമുക്ക് ആ കല്ലിലോട്ട് വെച്ച് ചുട്ടെടുക്കണം. അപ്പം നമ്മളിത് മുക്കി പൊരിക്കുമല്ല കേട്ടോ, നമ്മൾ ഓയിലിലോട്ട് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുവാണ്. അന്നേരം നമ്മൾ കുറച്ച് ഫ്ലെയിം തീരെ കുറച്ചേ ഇടാവൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു വരും. നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വേവണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. ഇത് എള്ളായതുകൊണ്ട് ഈ എള്ള് പെട്ടെന്നങ്ങ് മുരിഞ്ഞു വരും, മുരിഞ്ഞു വന്നിട്ട് പൊട്ടിത്തെറിക്കും. അന്നേരം നമ്മൾ ചെറിയ ഫ്ലെയിമിലിട്ടാൽ ആ കുഴപ്പം വരത്തില്ല, അത് നന്നായി വേവിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തിരിച്ചിടാറായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം വളരെ ഹെൽത്തിയാണ് കേട്ടോ, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഈ എല്ല് ബലത്തിനൊക്കെ നമുക്ക് ഈ എള്ള് നല്ലതാണ്. പിന്നെ മത്തങ്ങയുടെ കാര്യം പറയണ്ട, നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും കണ്ണിൻ്റെ ഹെൽത്തിനും സ്കിന്നിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് മത്തങ്ങ. പിന്നെ ഈ എള്ളാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫൈബറൊക്കെ അടങ്ങിയിട്ടുണ്ട്, നമുക്ക് ദഹനത്തിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് എള്ള്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം നമുക്കുള്ള ഈ പലഹാരം നമ്മൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തതെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ വേവിച്ചെടുക്കണം. മുക്കി പൊരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കൂടുതൽ എണ്ണയും ഇതാവത്തില്ല, പെട്ടെന്ന് തയ്യാറാക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. മധുരം ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ ചേർക്കാം. അങ്ങനെ നമ്മൾ 2ാമത്തെ ട്രിപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഹെൽത്തി ബിസ്ക്കറ്റാണിത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളു വെന്ത് വരുന്നത്.
വലിയ തീയാണെങ്കിൽ പെട്ടെന്ന് പുറമേ കരിഞ്ഞിട്ടിഞ്ഞെടുക്കും. ഇപ്പം എല്ലാം നല്ല പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഉറക്കത്തിന് നല്ലതായി മത്തങ്ങ കഴിക്കുന്നത്. പിന്നെ ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുണ്ട് ഈ മത്തങ്ങയ്ക്ക്. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ മത്തങ്ങ. അപ്പോൾ അതും എള്ളും കൂടെ ചേരുമ്പോൾ രണ്ടും കൂടെ ആകുമ്പം നല്ലൊരു പലഹാരമായി. എല്ലാവരും ഒന്ന് തയ്യാറാക്കിക്കോളൂ.